രാഹുൽ ഗാന്ധിയുടെ അംബേദ്കർ പ്രിയം ചർച്ചയായതോടെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് രാഹുലിന്റെ വാദങ്ങളെ പൊളിക്കുന്ന ഒരു വീഡിയോ ആണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്ന അംബേദ്കർ സ്നേഹം പൊളിച്ചടുക്കുന്നത് തന്നെയാണ് ഈ വീഡിയോ. വീരശിവജിക്ക് മാലയിടാൻ മടിക്കാത്ത രാഹുൽ ഗാന്ധി പക്ഷേ അംബേദ്കറിന്റെ ഫോട്ടോയെ അവഗണിക്കുന്നതാണ് ആ വീഡിയോയിലുള്ളത്. മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. और इसमें छत्रपति शिवाजी महाराज की प्रतिमा को माल्यार्पण कर कर ये पंचसूत्री हम महाराष्ट्र की जनता को देंगे. ഈ ചടങ്ങിൽ മഹാവികാസ് അഘാഡിയുടെ സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയും പങ്കെടുക്കുന്നുണ്ട്. ശിവജിയുടെ ചിത്രത്തിൽ മാല ചാർത്തിയ ശേഷം അംബേദ്കറുടെ തഴഞ്ഞ് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ അംബേദ്കറുടെ ചിത്രത്തിൽ മാലയിടുന്നത് ഉദ്ധവ് താക്കറെ തന്നെയാണ്. ഇതോടെ രാഹുൽ ഗാന്ധി കാണിച്ചതെല്ലാം പൊള്ളത്തരമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിക്കുന്ന ഈ അംബേദ്കർ സ്നേഹം വ്യക്തമായ അജണ്ട തന്നെയാണ്. BR അംബേദ്കറിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉയർത്തി രാഹുൽ ഗാന്ധിയും കൂട്ടരും വിവാദം ഉണ്ടാക്കുന്നത് വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ജോർജ് സോറോസ് പണം നൽകുന്ന NGO-കൾ BJP-യെ തകർക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇത്. ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുക, എന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളുടെ കൂടി സഹായത്തോടെ ഭരണം പിടിക്കുക. ഇതാണ് ഇപ്പോൾ അംബേദ്കർ വിഷയം ഉയർത്തിയുള്ള സമരത്തിന് പിന്നിലുള്ള കാരണം. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഒരു ഫാഷൻ മോഡലിനെ പോലെയാണ്. NGO-കൾ പറയുന്ന വേഷം അങ്ങ് കെട്ടും. ഭാരത് ജോഡോയുടെ യാത്രയുടെ കാലത്ത് വെള്ള ടീഷർട്ട് ആയിരുന്നു വേഷം. പിന്നീട് ചുവന്ന പുറം ചട്ടയുള്ള ഭരണഘടനാ പുസ്തകം ഉയർത്തിയായിരുന്നു സമരം. ഇപ്പോഴിതാ നീല ടീഷർട്ട് ഇട്ടാണ് സമരം. അംബേദ്കറിനെ പ്രതിനിധീകരിച്ചുള്ള നീല നിറത്തിലുള്ള ഡ്രസ്സ്, ഒപ്പം പ്രിയങ്കയും. ഹിന്ദുക്കളെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിച്ചു വരിക തന്നെയാണ്. ഇപ്പോൾ അംബേദ്കർ ദളിത് പിന്നോക്ക സ്നേഹം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസും അതിന്റെ നേതാക്കളും എങ്ങനെയാണ് അംബേദ്കറെ ദ്രോഹിച്ചതെന്നും ഒതുക്കിയതെന്നും അംബേദ്കർ തന്നെ തുറന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധതയും സംവരണ വിരുദ്ധതയും പറയുന്നതിനൊപ്പം കോൺഗ്രസിന്റെ ഇസ്ലാമിക പ്രീണനവും അംബേദ്കർ എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്ര രേഖകൾ തന്നെയാണ്. അതുപോലെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിം വിഭാഗത്തെയും എങ്ങനെയാണ് അംബേദ്കർ കണ്ടതെന്നും ചരിത്ര രേഖകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അംബേദ്കർ ദളിത് സ്നേഹം പറയുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം എന്നീ വിഭാഗങ്ങളെ അംബേദ്കർ വിമർശിച്ചതുപോലെയും തുറന്ന് കാട്ടിയതുപോലെയും ആരും ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ദളിത് പിന്നോക്ക ജനവിഭാഗത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടി തന്റെ ജനത്തിന് വേണ്ടി നിയമങ്ങൾ പാസാക്കിയ ആ ജനതയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ജീവിതം തന്നെ മാറ്റിവെച്ച ഭീംറാവു അംബേദ്കർക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ഭാരത് രത്ന നൽകാൻ പോലും കോൺഗ്രസ് യഥാർത്ഥത്തിൽ തയ്യാറായില്ല. അതേസമയം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഭാരത് രത്ന സ്വയം എടുത്ത് അണിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സെൽഫ് ഗോൾ തന്നെയാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. BJP-ക്ക് ഒരു ആയുധം ഇട്ടുകൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. BJP-യുടെ സംഘടനാ സംവിധാനം വെച്ച് അവർ ഈ വിഷയം ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ പഴയതുപോലെ സവർക്കർ മുദ്രാവാക്യം പൊക്കിയിറങ്ങിയാലോ അതും നടപ്പാകുന്ന കാര്യമില്ല. കാരണം മഹാരാഷ്ട്രയിലെ അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർ പോലും അത് ഇട്ടിട്ട് പോകും. ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗം കോൺഗ്രസിനുള്ളത് അംബേദ്കറെ വിട്ട് പഴയതുപോലെ അംബാനി അദാനി ബഹളം വെക്കുക എന്നത് മാത്രമാണ്. അതാണ് കോൺഗ്രസിന് നല്ലതും.